ഹലോ, അസ്സലാമു അലൈക്കും. ഗാലറി വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അച്ചാർ റെസിപ്പി ആയിട്ടാണ്. ഒരു ചിക്കൻ്റെ അച്ചാറുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അച്ചാറുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്യാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പ്, ഇവ ചേർത്തിട്ട് നന്നായി തിരുമ്മി യോജിപ്പിച്ചിട്ട് നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് നന്നായി ഇറച്ചിയിൽ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. എന്നിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാലാണ് ഇതൊന്ന് പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് കുറച്ചായി ഇട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം. എണ്ണയിൽ മുങ്ങി കിടക്കുകയൊന്നും വേണ്ട. നമ്മൾ സാധാ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ചിക്കൻ ഇപ്പം പാകമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നന്നായിട്ട് മൊരിഞ്ഞ് വരണം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ചിക്കൻ നന്നായിട്ട് മൊരിഞ്ഞ് വരണം. നമുക്കിതുപോലെ എല്ലാം വറുത്ത് കോരിയെടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാനായിട്ടൊരു ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അച്ചാറുണ്ടാക്കാനുള്ള ബാക്കി ഇൻഗ്രീഡിയൻസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു 10 പച്ചമുളക്, 250 ഗ്രാം വെളുത്തുള്ളി, 250 ഗ്രാം ഇഞ്ചി, അതുപോലെ കായപ്പൊടി, പിന്നെ എണ്ണ. നല്ല എണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അച്ചാറിന് ഏറ്റവും ബെസ്റ്റ് നല്ല എണ്ണയാണ്. പിന്നെ ആവശ്യത്തിന് കടുക്, പിന്നെ കറിവേപ്പില. ഇപ്പം നമ്മൾ എണ്ണ വെച്ചിട്ടുണ്ട് ചട്ടിയിൽ. അതൊന്ന് ചൂടായി വരണം. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒരു 2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് നന്നായിട്ട് പൊട്ടി വരണം. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് എന്ത് ചെയ്യാം, ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് മതി, ഒരു 1/2 ടീസ്പൂണൊക്കെ ഉലുവ ചേർത്താൽ മതി. അപ്പോൾ അതുകൂടെ പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം.
കറിവേപ്പില നന്നായിട്ട് മൂത്ത് വരണം, നല്ലോണം മൊരിഞ്ഞ് വരണം കറിവേപ്പില എണ്ണയിൽ കിടന്നിട്ട്. അതിലേക്ക് ഇനി നമുക്ക് അരിഞ്ഞ് വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും കറിവേപ്പില നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇത് അച്ചാർ, ചിക്കൻ അച്ചാർ ഞങ്ങൾ ഇപ്പം ഒരു ബിസിനസ്സായിട്ട് നോക്കുന്നുണ്ട്. ഓർഡർ അനുസരിച്ച് ഞങ്ങൾ അച്ചാർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ അടുത്തുള്ള ആൾക്കാർക്ക് മാത്രമല്ല, കൊറിയർ സർവീസായിട്ടും ചെയ്തു കൊടുക്കുന്നുണ്ട്. ചിക്കൻ, ബീഫ്, ഫിഷ് അങ്ങനെയുള്ള അച്ചാറുകളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം ഇഞ്ചി നന്നായിട്ട് പച്ചമണമൊക്കെ മാറി കളറൊക്കെ മാറി മൂത്ത് വരണം. അപ്പം നമുക്കതിലേക്ക് ഇനി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഉപ്പൊക്കെ ഓരോരുത്തരെ അനുസരിച്ച് പാകത്തിനായിട്ടുള്ള ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അതൊന്നും അളവ് പറയാൻ പറ്റില്ല. അപ്പം നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ആ എണ്ണയിൽ കിടന്നിട്ടൊന്ന് നന്നായിട്ട് വെന്ത് വരണം. വെന്ത് വന്നാൽ വെളുത്തുള്ളിയിലൊക്കെ മസാല പിടിക്കുള്ളൂ. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4 ടീസ്പൂണ് മുളക് പൊടിയാണ് ഞാൻ ചേർത്തത്. അത് എരിവിനനുസരിച്ച്, നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മാത്രമല്ല, കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ എരിവ് വേണം, മറ്റേതാണെങ്കിൽ എരിവനുസരിച്ച്. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നന്നായിട്ട് കുറച്ചുകൂടെ കളറ് കിട്ടും. ഇത് ഞാൻ സാദാ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പൊടികളൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. ഇതിലേക്ക് ഇനി നമ്മൾ വറുത്ത് കോരി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനെ നന്നായിട്ട് അതിൽ ഇളക്കി യോജിപ്പിക്കണം. കാരണം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഉള്ളത്, അപ്പോൾ അതിലേക്ക് ചിക്കനെ ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.